നമസ്കാരം. അടുത്ത കഥ ഒരു സീരിയൽ കഥയാണ്. അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷം, അതാണല്ലോ ഇപ്പോഴത്തെ കാലം. ദുർനടത്തക്കാരനായ മകനെ അമ്മ വഴക്ക് പറഞ്ഞതുകൊണ്ടല്ലേ അവൻ അമ്മയെ തല്ലിയതെന്ന് ചോദിക്കും ചിലർ. ഒരമ്മയെ മകൻ അടിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അവൻ ദുർനടത്തക്കാരനാണെന്നൊക്കെ തള്ള തന്നെ പറഞ്ഞ പെറ്റ തള്ള തന്നെ പറയുന്നത് ശരിയാണോ എന്ന് ചോദിക്കും. മകൻ വഴിതെറ്റുന്നതിൽ സഹികെട്ട് ആ അമ്മ ഹൃദയം പൊട്ടിയാണ് വഴക്ക് പറഞ്ഞതും മോനെ പഞ്ഞിക്കിട്ടതെന്നും മറ്റു കുറേ പേര് പറയും. ഇതിലേതാ ശരിയെന്ന് ഓരോരുത്തരുടെയും കാഴ്ചപ്പാടിൽ പറയാം, ചിന്തിക്കാം. മദ്യലഹരിയിൽ വാഹനം ഓടിച്ച് എന്താ പറയുക, റോഡിൽ നടന്നു പോയൊരു ഹതഭാഗ്യനായ ഒരു ലോട്ടറി ടിക്കറ്റ് വിൽപ്പനക്കാരനെ ഒരു അലവലാതി ഇടിച്ചിട്ടു. വെള്ളം അടിച്ച്, ഈ ക്രിസ്മസ് ആഘോഷിച്ചാണെന്ന് തോന്നുന്നു, ന്യൂ ഇയർ, വെള്ളം അടിച്ച് കോണ് എരിഞ്ഞ് കാറോടിച്ച് ഒരു പാവം ഒരു ലോട്ടറിക്കാരനെ ഇടിച്ച് തെറിപ്പിച്ചു. താനിത് ചെയ്യുന്നത് ശരിയല്ല എന്ന് ഓടിക്കൂടിയ നാട്ടുകാർ പറഞ്ഞപ്പോൾ ഇവൻ വെള്ളം അടിച്ച് ഫിറ്റാണെന്ന് മനസ്സിലായി നാട്ടുകാർക്ക്. നിങ്ങൾ വെള്ളം അടിച്ചുകൊണ്ട് ഈ ചെയ്തത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ നാട്ടുകാരെയും തെറി വിളിച്ചു, അക്രമം നടത്തി. നാട്ടുകാർ വിടുവോ? എവിടെയൊക്കെ ചവിട്ടി ഓടിക്കാമോ അവിടെയൊക്കെ ചവിട്ടി നാട്ടുകാർ. അതാ വരുന്നു പോലീസ് വിവരം അറിഞ്ഞിട്ട്. പോലീസ് തേങ്ങാക്കൊല അവർക്കും കൊടുത്തു. 4 കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ. സ്റ്റേഷനുകളിൽ ക്യാമറ ആക്റ്റീവായതിനാൽ പോലീസിന് പഴയതുപോലെ കിട്ടുന്ന പ്രതിയെ ഈഞ്ചപ്പരുവാക്കി തല്ലാൻ ഇപ്പോൾ പറ്റൂലല്ലോ, ക്യാമറ ഉള്ളതുകൊണ്ട്. അപ്പോൾ പോലീസുകാർ വിചാരിച്ചാണ് നമ്മളെ അടിച്ചോവൻ പോട്ടെ, നാട്ടുകാർ 4 ഇവിടെ ഇട്ട് റോഡിലിട്ട് കൊടുക്കണേ ഉള്ളൂ, ഇപ്പോൾ സ്റ്റേഷനിലിട്ട് കൊടുക്കാൻ നോക്കില്ല, ഇടിക്കിട്ടെന്ന് പോലീസുകാരും വിചാരിച്ചു. നാട്ടുകാർ അങ്ങ് പൂന്തി വിളയാടി, പോലീസ് തടഞ്ഞതുമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു സീരിയലിൽ അഭിനയിക്കുന്ന ഒരു നടനാണ് ഈ കാണിച്ചത്. MC റോഡിൽ നാട്ടകം ഗവൺമെൻറ് കോളേജിനടുത്തായിരുന്നു സംഭവം. കോട്ടയം ഭാഗത്തു നിന്ന് കാർ ഓടിച്ച് നല്ല ഫിറ്റായി വരികയായിരുന്നു സീരിയൽ നടനെന്ന് പറയുന്ന സിദ്ധാർത്ഥ് പ്രഭു. ഇവനൊക്കെ ഈ പാവം സിദ്ധാർത്ഥൻ്റെയൊക്കെ പേരിടാമോ? സിദ്ധാർത്ഥെന്നും മാത്രമല്ല, പ്രഭു, വെള്ളമടിയിലായിരിക്കും പ്രഭു. പേരൊക്കെ കിടിലമാണ്, പ്രവൃത്തികൾ മാത്രമാണ് കൂതറ. അതാ വരുന്നു ഒരു ന്യായീകരണ തൊഴിലാളി, അതും ഒരു സീരിയൽ ആശാൻ തന്നെ. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതോ പാവങ്ങളുടെ നെഞ്ചത്ത് കസറുന്നതോ ന്യായീകരിക്കാവുന്നതല്ല. പക്ഷേ നാട്ടുകാർ ചെയ്ത പ്രവൃത്തി ഭീകരമായി തോന്നി എന്നാണ് ജിഷിൻ മോഹൻ എന്ന് പറഞ്ഞൊരു സീരിയൽ നടൻ പറയുന്നത്. അവൻ കാണിച്ചതിനൊന്നും ഞാൻ ന്യായീകരിക്കുന്നില്ല. ലോട്ടറിക്കാരനെ ഇടിച്ചിട്ടു, നാട്ടുകാരെ ഇടിച്ചു, പോലീസുകാരെ മാന്തി, അതൊക്കെ ശരി തന്നെ. പക്ഷേ ഈ നാട്ടുകാർ അത് കൊണ്ടുകൊണ്ട് പോവേണ്ടവരല്ലേ? ഒരു പുണ്യ ആത്മാവല്ലേ ഇതൊക്കെ ചെയ്തത്? നിങ്ങൾക്കൊരു അനുഗ്രഹം കിട്ടിയവരല്ലേ? അത് വാങ്ങിച്ചോണ്ടങ്ങ് പോവാത്തത് എന്താണെന്നാണ് ഈ ജിഷിൻ മോഹൻ ചോദിക്കുന്നത്. സിദ്ധാർത്ഥ് ആദ്യമായല്ലത്രേ മദ്യപിക്കുന്നതും മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നതും. ആര് പറയണേ? ഈ ജിഷിൻ പറയാണ്. അവൻ സ്ഥിരമായിട്ട് വെള്ളം അടിക്കും, വെള്ളം അടിച്ചു കഴിഞ്ഞാൽ കാർ ഓടിക്കും. അത് ആദ്യമായിട്ടൊന്നും അല്ല എന്ന് ഇയാൾ തന്നെ പറയുന്നു. എനിക്ക് പറയാനുള്ളത്, ഗതാഗത മന്ത്രിയായ, സീരിയൽ നടീനടന്മാരുടെ സംഘടനയായ ആത്മയുടെ പ്രസിഡന്റും ആയ ഗണേശൻ കേൾക്കുന്നുണ്ടോ ഈ ജിഷിൻ എന്ന് പറഞ്ഞ സാറ് പറയുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇങ്ങനെയാണോ മദ്യപിച്ച് അബോധാവസ്ഥയിലായ ഒരു പാവം കാർ ഓടിക്കുമ്പോൾ ഇടിച്ചിട്ടാൽ, പോലീസിനെ തല്ലിയാൽ കൈകാര്യം ചെയ്യേണ്ടത്? നാട്ടുകാർ ചെയ്തത് ക്രിമിനൽ ആക്ടിവിറ്റി ആയിപ്പോയി എന്നാണ് ഈ ജിഷി പറയുന്നത്. ഇനി എവനെ എവിടെ ഇട്ട് പഞ്ഞിക്കിടുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. തൈര് വാങ്ങി നിങ്ങൾ കുടിപ്പിച്ചിട്ട് ബാക്കി അവൻ്റെ തലയിൽ ഒഴിക്കണമായിരുന്നു എന്ന് ഈ മഹാൻ പറയാത്തത് ഭാഗ്യം. എനിക്ക് കിക്ക് മാറുമല്ലോ. പോലീസിനെ ഏൽപ്പിക്കുകയും പോലീസ് വരും വരെ കഴുത്തിൽ പിടിച്ച് ഞെരിക്കുകയും കാലുകൾ കെട്ടിയിടുകയും ചെയ്യുന്നത് പ്രബുദ്ധ കേരളത്തിന് പറ്റിയതല്ലത്രേ. പ്രബുദ്ധ കേരളത്തിന് പറ്റിയത് എന്താണെന്ന് ചോദിച്ചാൽ, നിയമങ്ങളെല്ലാം കാറ്റിപ്പറത്തിക്കൊണ്ട് വെള്ളമടിച്ച് കോണ് തിരിഞ്ഞിട്ട് കാറെടുത്ത് അശ്രദ്ധയോടെ റോഡ് ഓടിക്കുകയും റോഡിൻ്റെ ഓരം പറ്റി മര്യാദയ്ക്ക് നടന്നു പോകുന്ന ഒരു ഹതഭാഗ്യനായ മനുഷ്യനെ ഇടിച്ചിടുകയും, അങ്ങനെ ഇടിച്ചിട്ടപ്പോൾ ബലേഭേഷ് എന്ന് പറയുന്ന നാട്ടുകാരും ഉണ്ടായിരുന്നെങ്കിൽ ഈ ജിഷിൻ എന്ന് പറഞ്ഞ മഹാന് നല്ല കേരളമായിരുന്നേനെ. അല്ലാതെ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ് ഈ മഹാൻ പറയുന്നത്. ക്രിസ്തുമസ്
ന്യൂ ഇയർ ടൈമിൽ എല്ലാ പേരും മദ്യപിച്ചു കഴിഞ്ഞാൽ വണ്ടി ഓടിക്കുമെന്നാണ് ഈ വിവരം കേട്ടവൻ പറയുന്നത്. എടാ, ഞാൻ മൊത്തം പേരെ കാര്യം പറയുന്നില്ല. ക്രിസ്മസ് ആയാലും സംക്രാന്തി ആയാലും ഓണമായാലും ബക്രീദ് ആയാലും ഒരു ഉത്സവത്തിനും ഞാൻ വെള്ളം അടിക്കില്ലടോ. തായി എല്ലാവരും ചേർത്ത് പറയാൻ തനിക്കാരാ ലൈസൻസ് തന്നെ? അങ്ങ് അടിച്ചു വിടുകയാണെന്നേ. ക്രിസ്മസ് ന്യൂ ഇയർ ടൈമിൽ എല്ലാ പേരും മദ്യപിക്കുന്നു. എന്താ, ക്രിസ്ത്യാനികളെല്ലാം വെള്ളം അടിച്ച് കോണയിരിഞ്ഞ് നടക്കുന്നവരാണ്. മദ്യപിച്ച് വണ്ടി ഓടിക്കുകയും ചെയ്യുമെന്ന്. ഒരുത്തനും ഒരു പുല്ലും ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞത്. പ്രഭുത്വ കേരളമാണെങ്കിൽ അതൊക്കെ പ്രോത്സാഹിപ്പിക്കണം എന്നാണ്. ഇവനൊക്കെ എങ്ങനെ കലാകാരനായി കിഴങ്ങൻ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ലോകത്തിൽ ആദ്യത്തെ ആളല്ല മദ്യപിച്ച് ഈ വിക്രിയൊക്കെ കാണിക്കുന്നതെന്നും. നാണമില്ലേ ജനങ്ങളെ, നിങ്ങൾക്ക് പ്രതികരിക്കാൻ ഇല്ലേ എന്നും ഈ ന്യായീകരണ വിശാരദൻ ചോദിക്കുന്നു. ഇവിടെ പോലീസോ കോടതിയോ ഒന്നുമില്ലേ എന്നും ചോദിക്കുന്നു. ഏത് ഈ തെമ്മാടി ചെറുക്കനെ കാലിക്കെട്ടി അവിടെ ഇട്ടതിന് ഓടാതിരിക്കാൻ, അല്ലെങ്കിൽ റോഡിൻ്റെ നടുക്ക് പോയി വണ്ടി കയറി ഇറങ്ങാതിരിക്കാൻ നാട്ടുകാർ കാലിൽ കെട്ടി അവിടെ ഇട്ട് കളഞ്ഞു. അതുകൊണ്ട് കോടതിയും പോലീസും ഒക്കെ ചോദിക്കണമെന്നാണ് പറഞ്ഞത്. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷമുള്ള നാടാണ് കേരളം. പുരിഞ്ചുതാ എന്നാണ് എനിക്ക് ഗണേശൻ അടക്കമുള്ളവരോട് ചോദിക്കാൻ. ഗണേശനും ആത്മയും ഇതിന് മറുപടി പറയട്ടെ. ശമ്പളം കിട്ടാത്ത ഒറ്റ കാരണത്താൽ ചാനൽ ഉദ്യോഗസ്ഥരെയെല്ലാം ഒരെണ്ണം പോലും ബാക്കി നിൽക്കാതെ രാജിവെച്ചു പോയി. രാജിവെക്കാതെയും പോയി. മുതലാളിയും അയാൾ പറയുന്നതെല്ലാം റാൻ മുളുന്ന ഒരു തൊഴിലാളി സ്ത്രീയും മാത്രം മിച്ചമായി ആ ചാനലിൽ. രാവിലെ ഹാർമോണിയപ്പെട്ടിയുമായി ഇരിക്കും. ഒറ്റ വിഷയമേ ഉള്ളൂ, ഉറപ്പായും ദിലീപ് ചെയ്യിച്ച കേസാണത് എന്നും പറഞ്ഞങ്ങ് തുടങ്ങും. കൊട്ടാരക്കര വിക്രമനും മുത്തുവും ആയിരിക്കും മുഖ്യ ചർച്ചക്കാർ. പിന്നെ വെയിറ്റേറിയൻ ഹോട്ടലിലെ കാഷ്യറായിരുന്ന സാമി, പിന്നെ SUCI വക്കീലമ്മ, കാതിൽ കമ്മലും കടുക്കനും കൂടാത്ത SUCI വക്കീലമ്മ, പിന്നെ നമ്മുടെ ശബ്ദ കച്ചവടക്കാരി, കേരളത്തിലെ സ്ത്രീകളുടെ എന്താ പറയുക സ്വകാര്യ അഹങ്കാരം, പിന്നെ ഒരു മിമിക്രിക്കാരനും, ജീവിതത്തിൽ സത്യസന്ധതയുടെ അർത്ഥം അറിയാത്ത മിമിക്രിക്കാരനും. ഇവരെ വിളിച്ചിരുത്തി ഒരു 4-5 വർഷം ഇതായിരുന്നു ഒരു ചാനൽ ചത്തുപോകാതിരിക്കാൻ വേണ്ടി ഓക്സിജൻ കൊടുത്തത് ദിലീപായിരുന്നു എന്ന് പറയാം. അങ്ങനെ അത് ചാനൽ മുതലാളി പക്ഷെ അത് അംഗീകരിക്കില്ല. ശരിക്കും ചെയ്യേണ്ടിയിരുന്നത് ഈ ചാനലിൻ്റെ ഐശ്വര്യം എന്നെഴുതിയിട്ട് ദിലീപിൻ്റെ ഫോട്ടോ വയ്ക്കണമായിരുന്നു അവിടെ. എന്നിട്ട് വേണം ചർച്ചിക്കാനിരിക്കാൻ. അല്ലെങ്കിൽ 4 വർഷം മുമ്പ് ഈ ചാനലിൽ ഗോദ്രേജിൻ്റെ പൂട്ട് വീണേനെ. ആൻറ്റോ അഗസ്റ്റിൻ എന്ന ചെറുപ്പക്കാരൻ നല്ല മോഹവില കൊടുത്ത് ആ ചാനൽ വാങ്ങി. അതുകൊണ്ട് മുതലാളി രക്ഷപ്പെട്ടു. ആൻറ്റോ കൊടുത്ത കോടികളും കൊണ്ട് മുതലാളി മുങ്ങി. ആൻറ്റോയുടെ കൂടെ തന്നെ കുറേ കാലം സഹകരിച്ചു. അവിടുന്ന് മുങ്ങി. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ഉണ്ടാക്കാൻ മീഡിയ സെല്ലുകൾ എന്ത് ചെയ്യണം എന്നുള്ള റിസർച്ചിലാണ് ഈ മഹാൻ. ഇവനൊക്കെ റിസർച്ച് ചെയ്താൽ ഈ നാട് എന്താവും എന്ന് ആലോചിച്ചു. കൂടെ 3-4 വർഷം അപവാദം പറയാൻ കൂടെ ഇരുന്ന പെങ്കൊച്ചിന് ശമ്പള കുടിശ്ശ പോലും കൊടുത്തതുമില്ല. ആൻറ്റോയോട് പറഞ്ഞ് ഈ കൊച്ച് ഈ ചാനലിന് ഓക്സിജൻ നൽകാനായിട്ട് എൻ്റെ കൂടെ 3-4 വർഷം നടന്നതാണ്, പക്ഷേ ആ മുട്ടയിട്ടൊന്നും ഞാൻ പൈസ കൊടുത്തിട്ടില്ല, അവളെ കൂടി ഇവിടെ എടുക്കണമെന്നൊരു വാക്ക് പോലും ഇദ്ദേഹം പറഞ്ഞു. അത്ര നല്ല മഹാനാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറ്റിയ ആളാണ്. പക്ഷേ അവൾ വിട്ടില്ല. അല്പം സ്പിരിറ്റുള്ള ഒരു സഖാവാണ്. സ്വന്തമായൊരു യൂട്യൂബ് ചാനൽ അങ്ങ് തുടങ്ങി. പഴയ ലാവണത്തിൽ ചെയ്തിരുന്നതൊക്കെ കാടടച്ച് ഈ പുളുപടിക്കുന്ന കലാപരിപാടി യൂട്യൂബിലും അങ്ങ് തുടങ്ങി. അവർക്കറിയാം നന്നായിട്ട് വിറ്റ് പോകും. ദിലീപിനെ വിൽക്കാൻ എളുപ്പമാണെന്ന് നമുക്ക് മനസ്സിലായി. ദിലീപിനെ തെരുവ് പറഞ്ഞാൽ അതിജീവിതയ്ക്ക് ഒപ്പമാണ് ഞാനെന്ന് നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞാൽ കാണാൻ ആളെ കിട്ടും എന്ന് മറ്റേ ചത്തുയ ചാനലിലിരുന്ന് അവൾ മനസ്സിലാക്കിയതാണ്. അത് തന്നെ യൂട്യൂബിലും തുടങ്ങി. അടുത്തിടെ ഈ പെൺ സഖാവി തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലിട്ട ഒരു പോസ്റ്റ് എനിക്ക് ആരോ അയച്ചു തന്നു. കോടതി അതിജീവിതയോട് നീതി കാട്ടിയില്ല, ദിലീപിനെ രക്ഷപ്പെടുത്തി എന്നാണ് ഇപ്പോഴും ഈ മഹദിയുടെ വിശ്വാസം. കാരണം എങ്കിലേ ആൾ കാണാൻ കിട്ടുള്ളൂ. ദിലീപിനെ തെറി വിളിച്ചാലേ ആൾ കാണാൻ കിട്ടും. മുതലാളി ശമ്പളം തന്നില്ലെങ്കിലും ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ ഭവതി ഉറച്ചു നിൽക്കുന്നു എന്ന് സാരം.